അനിയ നിൽ. അല്ല, ഇതാര് താനംജിയോ? താനംജി എന്താ ഒറ്റയ്ക്ക് വെയിലുള്ളതാണോ? എന്നാ ഞാനും കൂടാം. മേക്ക് ഇൻ ഇന്ത്യ വെയിൽ. ഇവൻ കൊള്ളാം. ഇവനിത്തിരി വെള്ളവും വളവും കൊടുത്താൽ ഇവൻ്റെ തലയിലൊരു താമര വിരിയിക്കാം. സാറേ, ഈ ഉത്സവം പ്രമാണിച്ചേ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് തമിഴ് പാർട്ടികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സാറേ, ഇലക്ഷൻ മാറ്റിവെക്കൂ? തീർച്ചയായും മാറ്റിവെക്കും. തെരഞ്ഞെടുപ്പല്ല, അവരുടെ പ്രസ്താവന എടുത്ത് മാറ്റിവെക്കും. സാറിന് പത്തനംതിട്ടയിൽ മത്സരിക്കരുതോ? ഇടതുപക്ഷത്ത് ആ വീണാവാണിയാണ്. അനിയനെ പോലുള്ള ആരാധകരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മഹാസാഗരത്തിലെ സന്തോഷ തിരമാലകൾ പോലെ എൻ്റെ മനസ്സിലെ വിനയം വാനോളം ഉയരുകയാണ്. അയ്യോ സാറേ, ഞാൻ ഉദ്ദേശിച്ച തിരമാലയുടെ കാര്യമില്ല, വീണ ആറന്മുള കണ്ണാടി. മനസ്സിലായി. വിവരശേഖരം വളരെ കുറവുള്ള ആ യുവതിയോട് വിജ്ഞാന ഭണ്ഡാകാരമായ മഹാജ്ഞാനിയായ ഞാൻ മത്സരിച്ചാൽ ജയിക്കുമെന്ന് സാധാരണക്കാരൻ വരെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുതന്നെയാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. സാധാരണക്കാരനെ വിജ്ഞാന നഭസിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. സാറെന്താണ് മത്സരിക്കാത്തത്? ഉറപ്പായിട്ടും ജയിക്കും സാറേ. അനിയ, സ്ത്രീകളോട് മത്സരിക്കാൻ എൻ്റെ മഹത് ചിന്ത അനുവദിക്കുന്നില്ല. വേണമെങ്കിൽ ഭാരതാംബ നേരിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അനുസരിച്ചേക്കാം. താരംജി, മിസോറാമിൽ നിന്ന് വന്ന അദ്ദേഹം മത്സരിക്കണ്ട. അനിയ, അദ്ദേഹം ഇപ്പോൾ തന്നെ മഹാഭൂരിപക്ഷത്തിൽ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹിമാലയത്തിലെ തക്കുടുമുണ്ടൻ കാക്കക്കറുമ്പൻ സ്വാമി അത് പ്രവചിച്ചല്ലോ. സാറേ, എത്ര സീറ്റ് വരെ സാറിൻ്റെ പാർട്ടി ഇവിടെ നേടും? വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നേടാം. പക്ഷെ ഞങ്ങൾക്ക് 20 മതി. സാറേ, അപ്പം നിങ്ങളെ പേടിച്ചായിരിക്കുമല്ലേ ഗാന്ധി പാർട്ടിയുടെ നേതാക്കന്മാർ പിന്മാറുന്നു? സത്യം, ഭയത്തെ തടുക്കാൻ ആർക്കാണ് കഴിയുക? താനംജി, നമ്മുടെ ഉഷാറും ഷാജിയും തമ്മിൽ കണ്ടുമുട്ടാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ശരിയാണോ? കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേർക്കും കുറച്ചു നേരം മിണ്ടാതിരിക്കാലോ. കോട്ടയത്ത് 2 ഭീഷണി ഉണ്ടല്ലോ. ഈ പൊരി വെയിലിൽ വാടാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, താമര. സാറേ, ശബരിമല പ്രശ്നവും ഫ്ലെക്സും പാടില്ലെന്നാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫ്ലെക്സ് ഈസ് ഫ്ലെക്സിബിൾ. പക്ഷെ ശബരിമല ആർക്കും തമസ്കരിക്കാനാവാത്ത ഹിമാലയമാണ്. ഹിമാലയത്തെ തടുക്കാൻ ആർക്കാണ് സാധിക്കുക? സ്വാമിയെ ശരണയ്യപ്പ. എന്തായാലും വോട്ട് ചെയ്തേക്കണം. സാറേ, ജയിച്ച പാർട്ടിക്ക് എന്തിനാ സാറേ വോട്ട്? സാർ, ഔസേഫ് സാറിനെ പുറത്താക്കി നടപടി എടുത്തു കഴിഞ്ഞല്ലോ. ഇനി എന്താണ് അടുത്ത പടി? അടുത്ത പടി എന്ന് പറയുന്നത് പാർട്ടിയുടെ പടിയടിച്ചിടുക എന്നുള്ളതാണ്. അതായത് ഇലക്ഷൻ കഴിയുന്നത് വരെ അകത്തേക്കുമില്ല പുറത്തേക്കുമില്ല. അല്ല, അപ്പൊ ഔസേഫ് സാറിന്റെ നടപടി എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ പാർട്ടിന് പോട്ടെ, ശ്രുതിയും താളവും ഇല്ലെങ്കിലും നല്ല ഓളവാ. എന്തായാലും സാറ് ചെയ്ത് ഒരു കടന്ന കൈയായിപ്പോയി എന്നാണ് പലരും പറയുന്നത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവെ, ഈ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഔസേപ്പ് എൻ്റെ നല്ലൊരു ആത്മമിത്രമാണ്, അതേപോലെ തന്നെ നല്ലൊരു വാഗ്മിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വളരെയധികമായി വിശിഷ്ടമായിട്ടുള്ള പ്രവർത്തന ശൈലികൾ. അദ്ദേഹം ഒരു മാന്ത്രികനാണ്, പ്രത്യേകിച്ച് ഒരു സൗന്ദര്യ ആരാധകനും കൂടിയാണ് അദ്ദേഹം. ഇത്രയും ഗുണഗണങ്ങൾ ഉണ്ടായിട്ടാണോ ഈ മത്സരിക്കാൻ സീറ്റ് എടുക്കാതിരുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾക്ക് ഹൈക്കമാൻഡുമില്ല, ഒരു പോളിറ്റ് ബ്യൂറോയുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ മണ്ഡലത്തിലെ ഭാരവാഹികളാണ് ഞങ്ങളുടെ ശക്തി. അവരെന്ത് ചോദിച്ചാലും ഞങ്ങളത് ചെയ്തു കൊടുക്കും. അപ്പോ അവരാണോ ഔസേഫ് സാറിനെ ഒഴിവാക്കാൻ പറഞ്ഞത്? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഞങ്ങളുടെ ജില്ലയിൽ മറ്റു ജില്ലക്കാരെ വേണ്ട എന്ന് മണ്ഡലംകാര് പറയുമ്പോൾ അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ച് സാമുദായിക സേവനം ചെയ്യുന്ന പാർട്ടിക്ക് എന്ത് ചെയ്യാനാവും? സാർ എല്ലാം പാലാക്കി കൊണ്ടുപോയി എന്നാണ് വിമർശകർ പറയുന്നത്. അതിനെ എങ്ങനെ കാണുന്നു? എന്നത് ഞാൻ പാലായി കൊണ്ടുപോയത്? പാലാ മീനച്ചിലാറ്റി കൂടെ ഒരു കപ്പൽ കൊണ്ടുവരുന്ന ഒരു പദ്ധതി കിട്ടും, അതൊരു തെറ്റാണോ? അതുപോലെ തന്നെ അവിടെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അതൊരു തെറ്റാണോ? ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിരിക്കുന്ന ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും അതിലെ നിധിയും എടുത്ത് പാലായി കൊണ്ടുപോയി സ്ഥാപിച്ച് അവിടെ ഒരു വികസനം നടത്തണമെന്ന് പറഞ്ഞു. അതിനെതിരെ അവർ തുരങ്കം വെക്കുകയാണ്, അല്ലാതെ മറ്റൊരു കാര്യങ്ങളുമില്ല.
ഇത്രയ്ക്ക് വികസനമുള്ള ഒരു നാടുണ്ടോ? ഇത്രയ്ക്ക് സൗന്ദര്യമുള്ള ഒരു പ്രദേശമുണ്ടോ? മറ്റു ജില്ലക്കാരനായതിനാൽ ഔസേപ്പ് സാറിന് കോട്ടയത്ത് സീറ്റ് നിശ്ചയിച്ചു. ഇത്രയും വലിയ വികസനം പാലയിലല്ലാതെ വേറൊരിടത്ത് ഇല്ലാനും. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഈ വളരും തോറും പിളരുന്ന നിങ്ങളുടെ പാർട്ടിക്ക് പാലാ കോൺഗ്രസ് എന്ന് പേരിട്ട് വിളിക്കുന്നതല്ലേ? സാർ മറുപടി പറഞ്ഞില്ല. ചുമച്ച് കഴിഞ്ഞപ്പോ നല്ല വിശപ്പ്. കുറച്ച് കപ്പയും ബീഫും കഴിച്ചിട്ട് ഒന്ന് മയങ്ങണം. അതിനുശേഷം ഞാൻ മറുപടി പറയാം. നമ്മുടെ സ്ഥാനാർത്ഥി രാജവീര മാർത്താണ്ഡ കുഞ്ഞുവാവ പണിക്കർ അതേത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്? എടോ, ഇലക്ഷൻ കമ്മീഷനിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം 2000. അതിലേതെങ്കിലും ഒന്നായിരിക്കും അത്. അപ്പൊ പിരിവാണ് ലക്ഷ്യം. അല്ല, ഈ സമയം എന്ന് പറയുന്നത് അവരുടെ ചാകരയാ. എടോ, നമ്മുടെ പാർട്ടിക്കും കോടികൾ പിരിക്കാൻ കഴിയുന്നത് ഈ പാർലമെന്റ് ഇലക്ഷൻ സമയത്താ. അല്ല, ഇതിൻ്റെയൊക്കെ കണക്ക് കേന്ദ്ര കമ്മീഷന് കൊടുക്കണം. അല്ല സഖാവേ, നമ്മൾ ഈ കണക്കൊക്കെ ശരിക്കും കൊടുക്കാറുണ്ടോ? കണക്ക എല്ലാവർക്കും അതൊരു വഴിപാടല്ലേടോ? അല്ല, നമ്മൾ ഈ യുക്തിവാദികളായതുകൊണ്ടേ വഴിപാടും ചെയ്യണ്ടല്ലോ അല്ലേ? അല്ല സഖാവേ, നമ്മുടെ MP സഖാവേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോകുമ്പോഴേ മുഖ്യമന്ത്രി ആരുപദേശിക്കും? ഏതെങ്കിലും ഒരു കണ്ണൂരുകാരൻ വരും. അല്ലാതെ ഈ മാസം തോറും 1 ലക്ഷം രൂപയ്ക്ക് കസേരയിലിരുന്ന് മുറുക്കിത്തുപ്പാൻ വേറെ ആരെ കിട്ടും? അല്ല, ഈ ശശി സഖാവിനെ വീണ്ടും തിരിച്ചെടുത്തല്ലയോ സഖാവേ? ഒരു ശശി ചീഞ്ഞാൽ മറ്റൊരു ശശി ജനിക്കും. എന്നാലും ആ CKPയെയും ശശിധരൻ സാറിനെയൊക്കെ ഇപ്പോഴും പുറത്തു നിർത്തിയിരിക്കുന്നതേ ശരിയാണോ സഖാവേ? അല്ല, അത് ശരിയായ ഒരു കമ്മ്യൂണിസം ആണോ? എടോ, നട്ടെല്ലുള്ളവരെ പുറത്തു നിർത്തുന്നതാ പാർട്ടിക്ക് നല്ലത്. എന്തായാലും ഇത്തവണ ഉത്സവവും ഇലക്ഷനും SSLC പരീക്ഷയും എല്ലാം കൂടി ഒന്നിച്ചാ കുട്ടികൾ കുഴയും. 4,37,267 കുട്ടികളാ ഈ തവണ എഴുതുന്നത്. അപ്പോ അവരൊക്കെ ഉന്നത വിജയം കൊയ്ത് കേരളത്തിന് അഭിമാനമാകും അല്ലേ? അതല്ല സഖാവേ, ഈ ശബ്ദകോലാഹലങ്ങളൊക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇലക്ഷൻ കമ്മീഷൻ മൈക്ക് ഉപയോഗിക്കാൻ നിശ്ചിത സമയവും ഡെസിബെല്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പോലീസുകാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. എന്നാലും അതെന്താ സഖാവേ? എന്നാലും ഈ പോലീസുകാരെ ആര് ശ്രദ്ധിക്കും എന്നാ എന്റെ സംശയം. നമസ്കാരം ചേച്ചി. ആ താനോ? താൻ ഇരിക്കും. എനിക്കാണെങ്കിൽ ആരും സംസാരിക്കാനില്ലാതിരിക്കുമായിരുന്നു. ചേച്ചി ഇതേ ഇന്ന് സ്ത്രീ ശക്തിയാ ഇന്നത്തെ ലോട്ടറി. അതുകൊണ്ടാണ് ചേച്ചിനെ അന്വേഷിച്ചു തന്നു. ഓർമ്മ എടുത്താലോ? ഓ, ഇപ്പം അതൊന്നും വേണ്ട. അല്ല, താനേതോ പരലോകത്താണെന്നൊക്കെ നമ്മുടെ ചാനലിൽ വാർത്ത കണ്ടല്ലോ. അത് ചാനലിലും എത്തിയോ? അത് ശരി. ഓ എൻ്റെ പൊന്നേജി, ഞാൻ എൻ്റെ ഒരു മണ്ടത്തരത്തിനെ പരലോകത്തേക്കൊരു ടിക്കറ്റ് എടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പരോളിനൊരു ആപ്ലിക്കേഷൻ അങ്ങോട്ട് വെച്ചു കഴിഞ്ഞപ്പോഴല്ലേ കുടുങ്ങിയത്. സവാളയും തിന്നണം, അടിയും കൊള്ളണം. അതിലും കഷ്ടം ഇവിടെയാ. അടിയും കൊള്ളണം, പുളിയും കുടിക്കണം, കരവും കൊടുക്കണം. ഓ എൻ്റെ പൊന്നേച്ചി, അവിടുത്തെ അടി എന്ന് പറയണ്ടല്ലോ, ശരിക്കും നമുക്ക് അടിയുള്ളൂ. ഇവിടെ നമുക്ക് അടി കൊള്ളണ പോലെ ഞങ്ങളുടെ അഭിനയിച്ചാൽ പോരെ. അവിടെ അത് നടക്കൂല. ഇന്ത്യൻ ശിക്ഷാ നിയമം ഒന്നും അല്ല അവിടെ. നീ ഒന്ന് തെളിച്ച് പറഞ്ഞു തീർക്കാം. ഇത് ഞാൻ വല്ല ചാനലിലൊക്കെ കയറിയെന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ. അല്ല ചേച്ചി, ഞാൻ തിരിച്ചു വന്നപ്പോൾ കണ്ട കാര്യം എന്താണെന്നറിയോ? സാധാരണ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പരസ്പരം ഇടികൂടുന്നത്. ഇത് മത്സരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ പരസ്പരം ഇടികൂടുന്നത്. അതത് ഏത്? അത് ഞങ്ങളുടെ ആരും മാറിയിട്ടില്ല. ഓ, അതിപ്പോൾ മാറിയില്ലെങ്കിലും കേരളത്തിലുള്ള ജനങ്ങൾക്ക് അറിയാലോ. നീ അങ്ങനെ കളിയാക്കുമൊന്നും വേണ്ട. ഹമാരാ ഗവർണർജി ആകെയാ. അപ്പം ആ കാര്യത്തിലൊരു തീരുമാനമായി. ഇതൊരുമാതിരി കക്ഷത്തിലുള്ള കളഞ്ഞിട്ട് ഉത്തരത്തിലെടുക്കണ പരിപാടിയായി പോവും. അങ്ങനെ നീ കളിയാക്കണ്ട. നീ കണ്ടോ? എൻ്റെ പൊന്നേച്ചി, കേരളത്തിലെ ആൾക്കാരുടെ മനസ്സിലാക്കണമെങ്കിലേ പുതിയ വല്ല യന്ത്രം കണ്ടുപിടിക്കേണ്ടി വരും. അതിനല്ലേ EVM VVPAT. കേരളത്തിൽ എന്തായാലും ഭരണവും പ്രളയവും തമ്മിലാ മത്സരം. അതിൽ നീ നോക്കിക്കോ, കേന്ദ്രമേ വിജയിക്കുള്ളൂ. ചേച്ചിയുടെ വിശ്വാസമെങ്കിലും ചേച്ചി രക്ഷിക്കട്ടെ. സർ, റിക്വസ്റ്റ് ഫോർ കാൻഡിഡേറ്റ്ഷിപ്പ്. ഓ ലടുക്കി, നമ്മുടെ പാർട്ടി എന്തൊരു വലിയ പാർട്ടിയാണ്. രാജ്യത്തിന്റെ മൂലയിൽ നിന്നുമൊക്കെയല്ലേ സ്ഥാനാർത്ഥിയാവാൻ അപേക്ഷകൾ വരുന്നത്. നല്ല ഫണ്ടുള്ളവരാവും അപേക്ഷിച്ചവർ, അല്ല സാർ? നോ,
സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഫണ്ട് അങ്ങോട്ടാണ് കൊടുക്കുന്നത്. ഓ അങ്ങനെയാണോ? ആ നമസ്കാരം രാഹുൽജി. നമസ്കാരം ചിന്നത്തിലാജി, ഇരിക്കൂ. തെരഞ്ഞെടുപ്പ് ഗോതയിൽ നമ്മൾ വളരെയധികം മുന്നിലാണ്. അത് കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ വിജയം ഉറപ്പാണ്. അതെങ്ങനെ ഉറപ്പാക്കും? കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും ഇവിടെയല്ലേ? അതിനെന്താ, ചെറുപ്പക്കാരല്ലേ നമ്മുടെ ശക്തി. വിരൽ കൊണ്ട് വോട്ട് ചെയ്യുന്നത് പോലെയാണ് സ്മാർട്ട് ഫോണിൽ അവർ സാമൂഹിക സേവനം നടത്തുന്നത്. ഓ ഇൻട്രസ്റ്റിംഗ്. ഇതെന്താ? ഓ സ്ഥാനാർത്ഥികളുടെ അപേക്ഷയാവും അല്ലേ സാർ? അതെ, സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് കരഞ്ഞു പറഞ്ഞ 1000 സീനിയർ നേതാക്കന്മാരുടെ ലിസ്റ്റാണിത്. ഓ വണ്ടർഫുൾ. അവിടുത്തെ സീനിയർ നേതാക്കന്മാരെല്ലാവരും യങ്സ്റ്റേഴ്സിന് വേണ്ടി വഴി മാറിക്കൊടുക്കുകയാണല്ലേ. ഓ ഇറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജ്. മല്ലപ്പള്ളി ഇല്ല, KCG ഇല്ല, സുധീരൻജി ഇല്ല, പിന്നെ ചാണ്ടിജിക്ക് താല്പര്യവുമില്ല. കടുത്ത സമ്മർദ്ദം ഉണ്ടായ സ്ഥിതിക്ക് സുധാകരൻജി ഒന്ന് വഴങ്ങിയിട്ടുണ്ട്. ആണോ? അല്ല ചിന്നതലാജി, അങ്ങേക്കൊന്ന് മത്സരിച്ചുകൂടെ? എനിക്കാണെങ്കിൽ വൈറൽ പനിയാണ്. ഇതൊന്നും മാറണമെങ്കിൽ കുറഞ്ഞത് ഒരു 2 മാസമെങ്കിലും എടുക്കും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. ഓ പാവം. സാർ, നമുക്ക് ഗുണമുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ലടുക്കി? നോയിഡൽ വിമാനത്താവളത്തിന് തറക്കല്ലിടാൻ പോയ പ്രധാനമന്ത്രിക്ക് അവിടുത്തെ കർഷകരുടെ സമ്മർദ്ദം മൂലം മടങ്ങിപ്പോകേണ്ടി വന്നു എന്ന്. അതെന്തായാലും അവർക്കുള്ള തിരിച്ചടിയാണ്. മാത്രമല്ല, നോട്ട് നിരോധനത്തെ റിസർവ് ബാങ്ക് എതിർത്തിരുന്നു എന്ന് രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. അത് നമുക്ക് മെച്ചമാണ്. അല്ല ചിന്നത്തലാജി, നമ്മുടെ അണികൾ പ്രധാനമന്ത്രിയെയും പാർലമെന്റിനെയും ഭയക്കുന്നുണ്ടോ? ഓ അതങ്ങനെയല്ല. അവിടുത്തെ മുതിർന്ന നേതാക്കളുടെ പിന്മാറ്റം ഒരു പരിധി വരെ അവിടെ മരവിപ്പുണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലെന്നേ. ചിന്നത്തലാജി, അവിടുത്തെ നമ്മുടെ നേതാക്കന്മാരോട് ഒരു പ്രസ്താവന അറിയിക്കണം. ചിലപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി അവിടെ നിന്നാകണമെന്നില്ല. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ടു പോകുവോ എന്നതാണ് ഈ ടെൻഷനുള്ള ആളുകളുടെ ഒരു സംശയം. പുറമേന്ന് നോക്കിയാൽ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ലാട്ടോ. സ്ഥാനാർത്ഥി, വിജയി, മന്ത്രി, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്.